കായംകുളം ബോധി കൾച്ചറൽ സൊസൈറ്റി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. SNDP യൂണിയൻ ഹാളിൽ ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ പ്രേംജിത്ത് കായംകുളം ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരം എന്ന് പറയുന്നത് വെറും ഒരു മത്സരമല്ല. മറ്റുള്ള മത്സരങ്ങളെക്കാൾ ഇതിന് പ്രത്യേകതകളുണ്ട്. വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സർഗാത്മകതയും ഭാവനയും ഒരു കടലാസിലേക്ക് പകർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 കുട്ടികൾ ഒരു 15 രീതിയിലായിരിക്കും ചിന്തിക്കുക. ഇപ്പോൾ നമ്മളൊരു കട കണ്ടു കഴിഞ്ഞാൽ ആ കടയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ആ കടക്കാരൻ, അതിൽ കടന്നു പോകുന്ന വാഹനങ്ങൾ, മരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഒരു ചിത്രത്തിൽ എന്ന പോലെ നമ്മുടെ മനസ്സിൽ പതിയും. പക്ഷെ കുട്ടികൾ പല രീതിയിലാണ് ഇതിനെ കാണുക. ചില കുട്ടികൾ ഈ പഴക്കൊല മാത്രം കാണും, ചില കുട്ടികൾ ആ കടക്കാരനെ കാണും. അപ്പോൾ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പല രീതിയിലാണ് ഒരു രംഗം നമ്മുടെ മനസ്സിൽ പതിയുക. അപ്പോൾ ഇതെല്ലാം ഈ ഭാവനയുടെ നിറം ചേർത്ത് നമ്മൾ കടലാസത്തേക്ക് പകർത്തുമ്പോൾ ഒരു വലിയൊരു വർണ്ണ പ്രപഞ്ചമാണ് നമ്മുടെ മുന്നിൽ ഉരുത്തിരിയുന്നത്. ഇപ്പോൾ ഈ ചിത്രകലയ്ക്ക് തന്നെ ഒരുപാട് സാധ്യതകൾ, ഈ ഭാവിയിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു കലാരംഗമാണ് ചിത്രകല എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ ആനിമേഷനും അതുപോലെ ഉള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചിത്രകലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കുട്ടികളെ ചെറുപ്പത്തിലേ ചിത്രകല അഭ്യസിപ്പിക്കണം. ബോധി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, ബി ഷീല, എസ് ശശികുമാർ, KN ജയറാം, പി പ്രദീപ് ലാൽ, N ശ്രീരഞ്ജൻ, ഹരികുമാർ കൊട്ടാരം, അഡ്വക്കേറ്റ് S സുരഭി തുടങ്ങിയവർ പ്രസംഗിച്ചു. 200ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബോധിയുടെ രജത ജൂബിലി സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.